ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റുകളാണ് കാണിച്ചു തരുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഒക്കെ താഴെ കൊടുക്കുന്നത് സൈഡിൽ ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് കാണിക്കുന്ന എല്ലാം കോട്ടൺ കുർത്ത സെറ്റുകളാണ്. ഏറ്റവും ഫസ്റ്റ് വരുന്ന ഇൻഡോ എറ എന്ന് പറഞ്ഞ പാൻറ്റിൻ്റെ ഈ ഒരു ഓറഞ്ച് കുർത്ത സെറ്റാണ്. കുർത്ത പ്ലസ് പാൻറ്റിൻ്റെ സെറ്റാട്ടോ. ജോമെട്രിക് പ്രിന്റ് ആണ്, വീനെക്കാണ്, നെക്കിൻ്റെ ഇവിടെ പടിയുണ്ട്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ അറ്റത്തുണ്ട്. 3/4 സ്ലീവ് ആണ്. ഫ്രണ്ടിലാണെങ്കിൽ ഇങ്ങനെ ആലിയ കട്ട് പോലെ കേട്ടോ. ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ്. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് ഉണ്ട്. പിന്നെ സൈഡിൽ സ്ലിറ്റും ഉണ്ട്. രണ്ട് സൈഡിലും സ്ലിറ്റ് ഉണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. സൂപ്പർ കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. പാൻറ് വേറെ പ്രിന്റിലാണ്. ബാക്കിലാണ് എലാസ്റ്റിക്. സ്ട്രെയിറ്റ് പാൻസ് ആണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റ് ആണ്. ഞാനത് പർച്ചേസ് ചെയ്ത് 999 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ഓഫ് വൈറ്റ് കുർത്ത സെറ്റാണ്. ഇൻഡ്യോരേൻ്റെ തന്നെ കേട്ടോ. കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാട്ടോ. 3/4 സ്ലീവ് ആണ്. ഈ ഒരു പോർഷനിലാണെങ്കിൽ ഇങ്ങനെ എംബ്രോയിഡറി ഉണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. പിന്നെ സ്ലീവിൻ്റെ അറ്റത്തും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനാണെങ്കിൽ മൊത്തം ലൈനിങ് വരുന്നുണ്ട്. കാരണം ഇത് ഭയങ്കര തിന്നായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ലൈനിങ് ഇതിന് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിലില്ല. ഇവിടെ തൊട്ട് ഇവിടെ വരെ ലൈനിങ് ഉണ്ട്. അപ്പോൾ ലൈനിങ് ഉണ്ടെങ്കിൽ ഇത് ചെറിയ രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇന്നർ വെയർ നമ്മൾ ഉള്ളിലിടണം. ഇതിൻ്റെ കൂടെയൊക്കെ ന്യൂഡ് കളർ ഇന്നർ വെയർ നന്നായി സ്യൂട്ടാവും കേട്ടോ. അപ്പോൾ ഇതിനാണെങ്കിൽ ഫ്രണ്ടിൽ ഇത്രയും ഭാഗത്ത് മാത്രമേ പ്ലീറ്റ്സ് വരുന്നുള്ളൂ. പിന്നെ അവിടുന്ന് താഴത്തേക്ക് ചെറിയ ഫ്ലവേഴ്സിൻ്റെ എംബ്രോയിഡറി ഉണ്ട്. പിന്നെ ബാക്കിലാണെങ്കിൽ പ്ലീറ്റ്സ് വരുന്നില്ല കേട്ടോ. നല്ല കംഫർട്ടബിൾ ആട്ടോ ഈ ഒരു മെറ്റീരിയൽ. പിന്നെ ഇത് പെട്ടെന്ന് ചുളിയുന്ന ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ. നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞാലും ചെറുതായിട്ട് ഇങ്ങനെ ചുളിയും. ഇതാണ് പാൻസ്. സെയിം മെറ്റീരിയലാണ്. ബാക്കിലാണ് എലാസ്റ്റിക്. സ്ട്രെയിറ്റ് പാൻസ് ആണ്. പിന്നെ ദുപ്പട്ട പ്ലെയിൻ ആട്ടോ. അറ്റത്ത് ഇങ്ങനെ ലേസ് വെച്ചിട്ടുണ്ട്. 4 സൈഡിലും ലേസ് ഉണ്ട്. സെയിം മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 1699 റുപ്പീസിനാട്ടോ. പിന്നെ ഇതിൻ്റെ ഗ്രീൻ കളറും അവൈലബിൾ ആണ്. അടുത്തൊരു സ്ലീവ്ലെസ് കുർത്ത സെറ്റാണ്. കുർത്ത പ്ലസ് പാൻറ്റിൻ്റെ സെറ്റാട്ടോ. പിന്നെ പിങ്ക് കളറിൽ ഫ്ലോറൽ പ്രിന്റ് ആണ്. സ്ട്രെയിറ്റ് കുർത്തയാണിത്. സ്ലീവ്ലെസ് ആട്ടോ. എക്സ്ട്രാ സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. പിന്നെ ഇതിൻ്റെ നെക്ക് ചെറുതായിട്ട് ഇറങ്ങിയിട്ടാട്ടോ. ബാക്കിലും ആണെങ്കിലും അങ്ങനെയാണ്. ഇതാണ് പാൻസ്. പാൻസിൽ വേറെ പ്രിന്റ് ആട്ടോ. കുഞ്ഞ് ഫ്ലവേഴ്സിൻ്റെ പ്രിന്റ് ആണ്. ബാക്കിലാണ് എലാസ്റ്റിക്. സ്ട്രെയിറ്റ് പാൻസ് ആണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ. ഞാനത് പർച്ചേസ് ചെയ്ത് 949 റുപ്പീസിനാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ള കുർത്ത സെറ്റ് 1 സൈസ് അപ്പ് പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് ലാർജ് സൈസിലാണ്. എനിക്ക് ചെറിയ രീതിയിൽ ലൂസ് ആട്ടോ. പക്ഷെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഫിറ്റാണ്. പാൻറ്റിൻ്റെ വേസ്റ്റ് ആണെങ്കിലും ചെറിയ രീതിയിൽ ലൂസാണ്. ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്ത് കൊടുക്കണം. മീഡിയം സൈസ് പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് ഇടയ്ക്ക് ഫിറ്റഡ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതെനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലാതെ ഞാൻ 1 സൈസ് അപ്പ് പർച്ചേസ് ചെയ്യാറ്. ലൂസ് ആണെങ്കിൽ ജസ്റ്റ് ഓൾട്ടർ ചെയ്ത് കൊടുത്താൽ പോലെ. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് 949 റുപ്പീസിനാണ്. അടുത്തത് ഇൻഡോരേൻ്റെ ഈ ഒരു കുർത്ത സെറ്റാണ്. നേരത്തെ ഞാനൊരു ഓഫ് വൈറ്റ് കുർത്ത സെറ്റ് കാണിച്ചിട്ടുണ്ട്. അതായിട്ട് കുറച്ചൊരു സിമിലാരിറ്റീസ് ഒക്കെ വരുന്ന കുർത്ത സെറ്റാട്ടോ. സെയിം മെറ്റീരിയലാണ്. ഭയങ്കര തിന്നായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ എംബ്രോയിഡറി ഉണ്ട്. പിന്നെ ഇതിനാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് ഉണ്ട്. പിന്നെ സ്ലീവ്സിൽ ഒഴിച്ച് ഇത്രയും ഭാഗത്ത് ലൈനിങ് ഉണ്ട്. ലൈനിങ് ഉണ്ടെങ്കിലും ഇവിടെയൊക്കെ ചെറുതായിട്ട് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇന്നർ വെയർ യൂസ് ചെയ്യണം. ന്യൂഡ് ഇന്നർ വെയർ ഇതിന് നന്നായി സ്യൂട്ട് ആവും കേട്ടോ. ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക്. പാൻറ്റിൽ ലൈനിങ് വരുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും. ഞാൻ എല്ലാ സൈഡിലും സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയിലാണെങ്കിൽ ഇങ്ങനെ ചെറിയ ഫ്ലവേഴ്സിൻ്റെ എംബ്രോയിഡറി ഉണ്ട്. പിന്നെ 4 സൈഡിലും ലേസ് ഉണ്ട്. സെയിം കളറിലാണ് ലേസ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്ത് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റാണ്. ഞാനത് മേടിച്ചത് 1489 റുപ്പീസിനാണ്. അടുത്തത് ലിബാസിൻ്റെ ഈ ഒരു കുർത്ത സെറ്റാണ്. സ്ലീവ്ലെസ് ആയിട്ടുള്ള കുർത്ത സെറ്റാട്ടോ.
പിന്നെ ഇതിനാണെങ്കിൽ എക്സ്ട്രാ സ്ലീവ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്ലീവ്സ് അത് ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അത് ഇവിടെ തയ്ച്ച് വയ്ക്കാം. വീനെക്കാണ്, ബാക്കിൽ ഇങ്ങനെ ഹുക്കുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലിറ്റ് ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്ട്രെയിറ്റ് കുർത്തയാണ്. പിന്നെ ഭയങ്കര തിന്നായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആട്ടോ, നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. പിന്നെ കുറച്ചൊരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഇന്നർ വെയർ ചൂസ് ചെയ്യണം. ന്യൂഡ് കളർ ഇന്നർ വെയർ ഇതിന് സ്യൂട്ടാവും. അപ്പോൾ സെയിം പ്രിൻറ്റിലാണ് പാൻസ് വരുന്നത്. ബാക്കിലാണ് എലാസ്റ്റിക്. പിന്നെ 2 സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട്. പലാസോ ടൈപ്പാണ്. അടിയിൽ സ്റ്റിറ്റ് ഉണ്ട്. അപ്പോൾ ഭയങ്കര തിന്നായിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ഇത്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഞാനത് പർച്ചേസ് ചെയ്തത് 999 റുപ്പീസിനാണ്. പിന്നെ സ്ലീവ്ലെസ് ആയതുകൊണ്ട് ഞാനത് 1 സൈസ് അപ്പാട്ടോ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ചെറിയ രീതിയിൽ ലൂസാണ്. ഞാൻ എല്ലാ സൈഡിൽ സ്റ്റൈൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇന്ന് ഇട്ടിരിക്കുന്ന ഈ ഒരു കുർത്ത സെറ്റും ആമസോണിന്നാണ്. ഇത് ലിബാസിൻ്റെ ആട്ടോ. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.